ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ക്ലാസ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനോമിയൽ തിയറത്തെ കുറിച്ചാണ്. എന്താണ് ബൈനോമിയൽ തിയറം, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിന് മുമ്പായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഞാൻ ഇക്വേഷൻസ് എഴുതാം. അത് പാസ്കൽ ട്രയാങ്കിളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ്, a plus b, the whole raised to 0. We know that its value is 1. A plus b, the whole raised to 0 is 1. Then a plus b, the whole square. A plus b, the whole raised to 1. That is equal to, we know that it is a plus b. And a plus b, the whole square equal to a square plus 2ab plus b square. Next, a plus b, the whole cube equal to next a plus b, the whole raised to 4. What is a plus b, the whole raised to 4? A raised to 4 plus 4 a cube b plus 6 a square b square plus 4 a b cube plus b raised to 4. Okay. നമുക്കറിയാം a plus b, the whole raised to 0 is 1. A plus b, the whole raised to 1 is a plus b. Here, what is the coefficient of a and b in all these terms? Okay, listen. What is the coefficient of a and b? Listen. In the first case, there is only 1. Okay, that we can write it as 1. On the second case, the coefficient of a and b, a യുടെയും b യുടെയും coefficient എത്ര തന്നെയാണ് വരുന്നത്? ഇവിടെയും 1, ഇവിടെയും 1. That is 1, 1. On the third case, the coefficient is, here is the coefficient of a square. A square ന്റെ coefficient എത്രയാണ് കുട്ടികളെ? 1. അടുത്തത് ab യുടെ coefficient 2. b square ന്റെ coefficient 1. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം 1, 2, 1. അടുത്തത് വരുന്നത് a plus b the whole cube. അതിന്റെ കോഎഫിഷ്യന്റുകൾ എഴുതുകയാണ്. ആദ്യത്തേത് 1, അടുത്തത് 3, വീണ്ടും 3, വീണ്ടും 1. അതായത് 1, 3, 3, 1. അടുത്തത് നമ്മൾ നോക്കുന്നത് a plus b the whole raised to 4. അതിന്റെ കോഎഫിഷ്യന്റ് എന്ത് വരും എന്നുള്ളത് ഇതാ നോക്കുക. നെക്സ്റ്റ് വരുന്നത് a plus b the whole raised to 4. കോഎഫിഷ്യന്റ് നോക്കുക. 1, 4, 6, 4, 1. Okay. Now listen. ഞാൻ ഇത് ക്ലീൻ ചെയ്യുകയാണ്. നോക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. നമ്പേഴ്സ് ഒരു ട്രയാങ്കിളിന്റെ ഫോമിലോട്ട് മാറിയിരിക്കുകയാണ്. ദിസ് ട്രയാങ്കിൾ ഈസ് നോൺ ആസ് പാസ്കൽ ട്രയാങ്കിൾസ്. പാസ്കൽ എന്ന മാത്തമാറ്റീഷ്യൻ കണ്ടുപിടിച്ചതാണിത്. ഈ ട്രയാങ്കിൾ അറിയപ്പെടുന്നത് പാസ്കൽസ് ട്രയാങ്കിൾസ് എന്നാണ്. ഇവിടെ നോക്കുക. ഫസ്റ്റ് ഇൻഡെക്സ് 0 ആണ്. അടുത്തത് സെക്കൻഡ് ടേമിൻ്റെത് ഇൻഡെക്സ് 1, തേർഡ് ടേമിൻ്റെത് ഇൻഡെക്സ് 2, നെക്സ്റ്റ് ഇൻഡെക്സ് 3, നെക്സ്റ്റ് ഇൻഡെക്സ് 4. ഓക്കെ. അതായത് a plus b the whole raised to 0 ആണെങ്കിൽ അതിൽ only one term, that is 1, and a plus b the whole raised to 1, that is a plus b. a യുടെയും b യുടെയും കോഎഫിഷ്യന്റ് ആണ് 1, 1. അടുത്തത് a plus b the whole square. We know that it is a square plus 2ab plus b square. അതിന്റെ കോഎഫിഷ്യന്റുകൾ എന്ത് വരും? 1, 2, 1.
നെക്സ്റ്റ് വരുന്നത് a plus b the whole cube, that is a cube plus 3a square b plus 3ab square plus b cube. അതിന്റെ കോഎഫിഷ്യന്റുകളാണ് 1 3 3 1. അടുത്തത് a plus b the whole raised to 4 എന്ത് വരും 1 4 6 4 1. ഇനി നോക്കുക ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഈ ട്രയാങ്കിൾ ഫോം ചെയ്തത് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിലും 1 ഇട്ട് പോകാം. ദാ ഇവിടെയും 1 ആണ്, ഇവിടെയും 1. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് 1, ലാസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് 1. അത് എല്ലാ സീരീസിലും സെയിം ആയിരിക്കും. ഇനിയുള്ളത് ഈ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അടുത്ത ടേം 2. 1 + 1 2. അടുത്ത ടൈം എഴുതുന്നത് നോക്കുക. ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നതാണ് 3. അടുത്തത് 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 3. ഈ രണ്ട് ടൈമുകൾ 1 + 2 3, 2 + 1 3. അടുത്തത് നോക്കുക 1 + 3 4. അടുത്തത് 3 + 3 6. അടുത്തത് 3 + 1 4. അടുത്തത് 1. ഓക്കെ, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നമ്പറുകൾ അതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്താണ് അടുത്ത പാറ്റേൺ എഴുതുന്നത്. എങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തതായിട്ട് എന്തായിരിക്കും അടുത്ത ടൈം വരുന്നത്? 5th ടൈം വരുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. 5th ടൈം വളരെ സിമ്പിൾ ആണ്. ആദ്യം എന്ത് എഴുതുക? 1 എഴുതുക. അടുത്തത് എന്ത് എഴുതുക? 1 + 4. 1 + 4 is 5. നെക്സ്റ്റ് എന്ത് എഴുതുക? 4 + 6 10. വീണ്ടും 6 + 4 10. 4 + 1 5. Last time is 1. This is the next pattern. 1 5 10 10 5 1. This is known as Pascal's triangles. Okay, this is known as Pascal's triangles. Pascal's triangles ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർക്കുക a + b the whole raised to n ന്റേത് വരെ ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. n can be any number. Then we can apply this Pascal triangle. Okay, please write down on your notebook. Dear students, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Expand 2x + 3y the whole raised to 5 by Pascal triangle. പാസ്കൽ ട്രയാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 2x + 3y ആണ്. നമുക്ക് 2x നെ എന്തെന്നെടുക്കാം? a എന്നെടുക്കാം. 3y എന്തെന്നെടുക്കാം? b എന്നെടുക്കാം. Then this is a + b the whole raised to 5. Okay, a + b the whole raised to 5. What is a + b the whole raised to 5? That is equal to, using Pascal triangle, when the index is 5, the coefficients are 1 5 10 10 5 1. Okay, therefore remember that its index is 1 5 10 10 5 1. This is the index of this expansion. Okay, now we can, using this induction, we can write a + b the whole raised to 5 is, first coefficient is 1, that is a raised to 5, plus second coefficient is 5 into a raised to 4b, plus next coefficient is 10 into a cube b square, plus another one is 10 into a square b cube, plus 5 into a b raised to 4, plus the last one is 1. It is b raised to 5. This is the expansion. Okay, a raised to 5 plus 5 a raised to 4b plus 10 a cube b square plus 10 a square b cube plus 5 a b raised to 4 plus b raised to 5. This is the expansion of
a plus b the whole raised to 5. Now we can apply this result, that is 2x plus 3y the whole raised to 5 equal first a raised to 5, that is 2x raised to 5 plus 5 into a, what is a? 2x the whole raised to 4 into b, what is b? 3y plus 10 into a cube, a is 2x cube into b square, what is b? b is 3y plus 10 into a square, that is 2x square 3y cube plus 5 into 2x, here 3y raised to 4 plus the last term is b raised to 5. What is b raised to 5? b is 3y the whole raised to 5. Okay, this is the expansion of 2x plus 3y the whole raised to 5. Okay, this is the expansion. When we are doing this one, we get our final answer as, listen, we can write our final answer. Expand ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ആൻസർ ആണ്. ഇതിനെ ഇനി എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തണം. ഓക്കെ, ഈ എക്സ്പാൻഷനെയാണ് നമ്മൾ ഇനി സിംപ്ലിഫൈ ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x plus 3y the whole raised to 5 വാല്യൂസ് കിട്ടും. നോക്കാം നമുക്ക്. That is here first one is 2x raised to 5, that is 32 x raised to 5 plus this one. When we are doing this one, we get 240 x raised to 4 y plus next one is 720 x cube y square plus 1080 x square y cube plus 810 x y raised to 4 plus the last one is 243 y raised to 5. Okay, 243 y raised to 5. This is the final answer. Okay, very important. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓർക്കുക, 2x plus 3y the whole raised to 5 ബൈനോമിയൽ തിയറവും പാസ്കൽ ട്രയാങ്കിളും യൂസ് ചെയ്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്ലീസ് റൈറ്റ് ഡൗൺ ഓൺ യുവർ നോട്ട്ബുക്ക്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻ. എങ്ങനെയാണ് ബൈനോമിയൽ തിയറം n എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്, അതായത് നമ്മളിവിടെ ഒരു ജനറൽ സൊല്യൂഷൻ, ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. നോക്കാം, ഇവിടെ എന്ത് വരും? ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ, ദാറ്റ് ഈസ് a plus b the whole raised to n. എന്താണ് a plus b the whole raised to n ന്റെ എക്സ്പാൻഷൻ? നമുക്ക് നോക്കാം. a plus b the whole raised to n is nc0 into a raised to n plus nc1 a raised to n minus 1b plus nc2 a raised to n minus 2b square plus
etc. plus nc n minus 1 a raised to a into b raised to n minus 1 plus the last term is ncn b raised to n. Okay, this is very important. This is known as binomial theorem for any positive integer n. Okay, remember that. That is a plus b the whole raised to n, that is equal to nc0 plus a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc. ncn b raised to n. Okay, here remember that what is ncr? എന്താണ് NCR ന്റെ expansion? Very simple. NCR means n factorial divided by r factorial into. Okay, it is very important. NCR ന്റെ expansion എന്താണ് കുട്ടികളെ? n factorial divided by r factorial into n minus r factorial. What is n factorial? N factorial means 1 into 2 into 3 into etc. into n. That is n factorial. Here n factorial divided by r factorial into n minus r factorial. Okay, this equation is very important. Using this equation we can solve problems. Okay, please write down this on your notebook. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Okay, thank you for watching. For more educational videos, please subscribe our channel. Have a nice day. Bye bye.